ഹായ് ഫ്രണ്ട്സ്, ഫുഡ് ആൻഡ് ട്രാവൽ ബൈ എൽ ജി എന്ന നമ്മുടെ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല നാടൻ കപ്പവറയാണ്. നമ്മൾ കപ്പവറ കപ്പവറ മേടിക്കാം, കപ്പവറ ഇണക്കാം എന്നൊക്കെ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇത് ഇണക്കുന്നതിൻ്റെ തലേ ദിവസം എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞ് എനിക്ക് കപ്പവറ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി കപ്പവറ മേടിക്കാനായിട്ട് പോയപ്പോൾ ഞാൻ ആലോചിച്ച് 1 കിലോ കപ്പവറ മേടിക്കുന്നതിന് ഒരു 120-110 രൂപ റേഞ്ച് എങ്ങനെയായാലും വരും. അപ്പോൾ ഞാൻ ആലോചിച്ച് ഈ കപ്പവറ 100 രൂപ 120 രൂപയ്ക്ക് മേടിച്ച് കഴിഞ്ഞാൽ 1-2 ദിവസം കൊണ്ട് അത് തീരുകയും ചെയ്യും. അത്രേ ഉണ്ടാവുള്ളത്, കാര്യം എങ്ങനെയായാലും സിംഗിൾ ഡേയിൽ തീരും. അപ്പോൾ ഞാനോർത്ത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒരു 5 കിലോ കപ്പ മേടിക്കാം. കപ്പ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വറുത്ത് വീട്ടിൽ വെക്കുകയും ചെയ്യാം. പിന്നെ നാടൻ കപ്പവറ എന്ന് വെച്ചാൽ നമുക്ക് ഈ കടകളിൽ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണ് എന്നൊന്നും നമുക്ക് വലിയ ഉറപ്പും കാര്യമൊന്നുമില്ല. ഇപ്പം ഇതൊക്കെ ഒത്തിരി നല്ല കമ്പനികളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട് നമുക്കറിയാം. പക്ഷേ എല്ലായിടത്തും കിട്ടുന്നതിൽ അത്രയും ക്വാളിറ്റി ഉണ്ടോ? പിന്നെ ചില സ്ഥലത്ത് ഉപ്പ് കൂടുതലായിരിക്കാം, ചിലപ്പോൾ അല്പം കനച്ചിട്ടുണ്ടാകുക, അതിൻ്റെ പഴക്കങ്ങൾ കാര്യങ്ങൾ എല്ലാത്തിലും വ്യത്യാസം വരും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഒരു 5 കിലോ കപ്പ മേടിച്ച് അത് ഇണക്കി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുറച്ച് ദിവസമൊക്കെയുള്ള കപ്പവറ ഉണ്ടാവും. 5 കിലോ കപ്പക്ക് 150 രൂപ, 30 രൂപയാണ് കിലോയുടെ വില. അപ്പോൾ അത് മേടിച്ചു. 2 കിലോ എണ്ണ സൺഫ്ലവറാണ് മേടിച്ചത്. അത് മേടിച്ചപ്പോൾ ഏകദേശം 340 രൂപയോളം വില അതിനും വന്നു. അങ്ങനെ ഏകദേശം ഒരു 500 രൂപയോളം ചിലവാക്കി ഇത് കിട്ടി. അപ്പോൾ ഞാനോട് അങ്ങനെയാണെങ്കിൽ ഒരു 2 കിലോ ഏത്തക്ക, പച്ച ഏത്തക്ക കൂടെ മേടിച്ച് കഴിഞ്ഞാൽ, പച്ചക്ക എന്ന് പറയും, കറിക്ക എന്നൊക്കെ പറയുന്ന കായ കൂടെ മേടിച്ച് നമ്മൾ ചിപ്സ് ഇണക്കുക. അപ്പോൾ ചിപ്സ് ഇണക്കുന്ന നമ്മുടെ കായും കൂടെ ഞാൻ ഒരു 2 കിലോ മേടിച്ച്, കാര്യം ഏതായാലും എണ്ണ നമ്മൾ റെഡിയാക്കുന്നതാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇതും കൂടെ നടന്നു പോകും, നമുക്ക് ചിലവും വലിയ പ്രശ്നം വരത്തില്ല. കാര്യം ഏത്തക്കായുടെ ചിലവ് മാത്രമേ വരുള്ളൂ. ഏത്തക്കായ്ക്ക് 1 കിലോത്തിന് 48 രൂപ, 48 54 രൂപയായിരുന്നു, 108 രൂപയായി. അപ്പം അങ്ങനെ അതും കൂടെ മേടിച്ചു. അങ്ങനെ ഏകദേശം ഒരു 600-608 രൂപയെ നമുക്കിതിന് ചിലവായുള്ളൂ. പക്ഷെ അപ്പോൾ ഇത്രയും സാധനം വീട്ടിൽ റെഡിയാവും. അങ്ങനെ അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ നേരെ എല്ലാവരും കൂടെ പൊളിച്ച് റെഡിയാക്കി അടുപ്പൊക്കെ കൂട്ടി. നമ്മുടെ എൻ്റെ ഭാര്യ വീട്ടിലെ ഉരുളിയാണ്, അതിലേക്ക് നമ്മൾ വെച്ച് 2 ലിറ്റർ കൊണ്ടുവന്ന 2 ലിറ്റർ എണ്ണയെ നമ്മൾ ഒഴിച്ചു. കാര്യം ഇതിന് എണ്ണ അത്യാവശ്യം നല്ല ഇതിൽ വേണം. കാര്യം എണ്ണ എന്തോരം ഉണ്ടോ അത്രയും നല്ലതാണ് എന്ന് കരുതി 100 ലിറ്റർ എണ്ണയൊന്നും വേണ്ട, ഉള്ളത് ഉള്ള എണ്ണ നമ്മൾ സാധനം എന്താണോ ഇണക്കുന്നത് അതിനനുസരിച്ചുള്ളത്. അപ്പം അധികം എണ്ണ ഉണ്ടെങ്കിൽ 1 റൗണ്ടിലോ 2 റൗണ്ടിലോ തീരും. പക്ഷെ നമ്മൾ അങ്ങനെ തീർത്ത് ബാക്കി എണ്ണ മുഴുവൻ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. നമ്മൾ ചിലപ്പോൾ ഒരു 4-5 റൗണ്ടായിട്ട് ഇട്ടിട്ടായിരിക്കും ഈ സാധനം നമുക്ക് ചെയ്ത് മാറ്റാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യം എണ്ണ ചൂടായോ എന്ന് പറയാൻ 2 പീസ് നമ്മൾ സ്ലൈസ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് ഇട്ടു. അപ്പോൾ ആ സ്ലൈസിങ് ബോർഡ് കുറച്ച് ദിവസമായിട്ട് എടുക്കുന്നില്ല, നമ്മുടെതല്ല, നമ്മുടെ അയൽവക്കത്ത് നമ്മുടെ സുഹൃത്തിൻ്റെയാണ്. അപ്പോൾ ആ സ്ലൈസിങ് ബോർഡ് ഒന്ന് റെഡിയായി വരാൻ വേണ്ടി ആദ്യം 1-2 പ്രാവശ്യം സ്ലൈസ് ചെയ്തു. അപ്പോൾ പതുക്കെ സ്ലൈസ് ചെയ്ത് വരും തോറും അത് റെഡിയാകും. അപ്പോൾ നമ്മൾ അത് റെഡിയാക്കാനുള്ള ശ്രമത്തിലാണ്. അതാണ് ഇങ്ങനെ കാഞ്ചം പെട്ടെന്ന് മുറിക്കുന്നത്. അതേ ഇപ്പം സ്ലൈസിങ് കറക്റ്റായി അത്യാവശ്യം നല്ല റൗണ്ട് പീസുകൾ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ കാണാം, കണ്ടോ? ഇപ്പം നല്ല പൊട്ടാതെ പൊടിയാണ്ട് നല്ല റൗണ്ട് പീസുകൾ വീഴാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഇതെല്ലാം നല്ല സ്ലൈസ് ചെയ്ത് ഇതിനകത്തേക്ക് ഇട്ട് അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് കൂടുതൽ ഓവറായിട്ട് ഇതിനകത്തേക്ക് ഇടുകയും ചെയ്യരുത്. നമ്മൾ ആ ഒരു എണ്ണയിൽ മുങ്ങിക്കിടക്കാനുള്ള സാധനം ഇടുക. പിന്നെ ഇത് ഒന്നിൻ്റെ പൊക്കത്തേക്ക് ഉടനെ മുറിച്ചിടരുത്. ഒന്ന് എണ്ണയിലേക്ക് വീണ് അതൊന്ന് എണ്ണയിലേക്കൊന്ന് താഴ്ന്നു പോകുന്ന സമയത്തെ അടുത്തത് ഇടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നൊന്നിലും മുട്ടുകയോ കയറി പിടിച്ചിരിക്കും. കാര്യം ഇത് ഇട്ട ഉടനെ ചിലതൊക്കെ ചുരുണ്ട് കയറി പിടിക്കും. അപ്പോൾ അതിൻ്റെ ഇടക്ക് ഒരെണ്ണം കൂടെ വന്നിരുന്നു കഴിഞ്ഞാൽ അത് തമ്മിൽ നേരെ കയറി ജോയിൻ്റായി പോകും. പിന്നെ ഒരെണ്ണത്തിൻ്റെ നമുക്ക് മുരിയാതെയൊക്കെ വരും. അത് കുറച്ച് മുരിയാതെ വന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇത് നമ്മൾ ഒത്തിരി ദിവസം ഇരിക്കേണ്ടതാണെങ്കിൽ, ഇപ്പോൾ 1-2 ആഴ്ചയൊക്കെ നമ്മളിത് ഹോൾഡ് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ വരുന്നതൊക്കെ നമുക്ക് അത്യാവശ്യം തണുപ്പ് പോകുന്നതാണ്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഇളക്കി കൂട്ടി സെറ്റാക്കി. നമ്മൾ ഇതിന് ഉപ്പ് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഉപ്പ് കലക്കിയിട്ട് അതാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഇച്ചിരി മുമ്പ് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് നല്ല സൗണ്ടും കാര്യമൊക്കെ കേട്ടത്. അപ്പോൾ നമ്മളതിൻ്റെ വേവ് മൊരിയലൊക്കെ നോക്കി നമ്മൾ കോരുകയാണ്. കാര്യം ആദ്യം ഇടുമ്പോൾ നമ്മളെപ്പോഴും ഇതിനധികം ഇട്ടിട്ടില്ല, കുറച്ചിട്ടിട്ടാണ് നമ്മൾ കൊടുത്തത്. കാര്യം എന്താണ് ഉപ്പിൻ്റെ കണ്ടീഷൻ, ഇതിൻ്റെ ഈ കപ്പ എങ്ങനെയുണ്ട്, കയ്പം കപ്പയാണോ, ഇതിൽ തടി കൂടുതലുണ്ട്, എല്ലാം അറിയാനായിട്ട് നമ്മൾ ആദ്യത്തെ ഒരു റൗണ്ട് ഇങ്ങനെ കോരി അത് നമ്മളെല്ലാവരും കഴിച്ച് നോക്കി ടെസ്റ്റ് ചെയ്യും. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിയുമ്പോൾ ഓക്കെ, കയ്പം കപ്പയൊന്നും അല്ല, കപ്പ നല്ല കപ്പയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി മുഴുവൻ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇത്രയും സാധനത്തിൻ്റെ ക്യാഷ് വെറുതെ കളയേണ്ട കാര്യമില്ല.
അവസാനം വന്ന ആ ഒരു ചെറിയ പീസ് ഒന്ന് ചെറുതായിട്ട് പിടിച്ചു നോക്കിയാണ് അത് എടുക്കുന്ന ഇച്ചിരി പാടാണ്. അതുകൊണ്ട് അത് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് വീണ്ടും പുതിയ കപ്പയെടുത്ത് നല്ല രീതിയിൽ സ്ലൈസിങ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ സാധനം സ്ലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത് ഇതിൻ്റെ ഈ ബോഡിയിലുള്ള നൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷാർപ്പായിരിക്കും. കാരണം നമ്മുടെ കൈയുടെ വിരലിൻ്റെ മടക്കെങ്ങനെ അതിന്മേ വന്നൊന്ന് കൊണ്ടു കഴിഞ്ഞാൽ ഈ കപ്പ എങ്ങനെയാണോ സ്ലൈസായി താഴത്തേക്ക് വീഴുന്നത് അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ദശയും പോകും. അതുകൊണ്ട് അത് സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ. പക്ഷെ പ്രീതാമ്മ അവസാനത്തെ ആ പീസും ഗ്രൈൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മതി, അത് ചെയ്യണ്ട. കാരണം എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയ കാര്യം അത്രയും ഒരു ചെറിയ പീസല്ലേ പോകുന്നുള്ളൂ, അത് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാവുന്ന കാര്യമുള്ള നമുക്ക് പുഴുങ്ങി കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ആളെ സോഫ്റ്റ് ആക്കി. അങ്ങനെ നമ്മുടെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കാരണം തണുക്കാൻ വേണ്ടി വെച്ച് അടുത്ത റൗണ്ട് ഇട്ടേച്ചെന്തേ എൻ്റെ മകനും കഴിക്കാൻ കൊടുത്തു. ഇതാണ് നമ്മുടെ പാചകക്കാരി. നമ്മുടെ പാചകക്കാരിയാണ്. പാചകക്കാരി ഒരു പീസ് എടുത്ത് കഴിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. പാചകക്കാരി അല്ല, എൻ്റെ അമ്മയമ്മയാണ്. പിന്നെ കഴിച്ച് ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കി എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ കൊള്ളാമോ എന്നൊക്കെ നോക്കി. ഓക്കെ, സക്സസ്. കാരണം നല്ല കപ്പ, കയ്പ്പ് കാര്യങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ചില പറയാ തുമ്പ് കരിഞ്ഞു അങ്ങനെ ആ ഒരു പരുവാകുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ്. ഭയങ്കര ക്രിസ്പി ആയിരിക്കും ഇത്. നമ്മളാ ക്രിസ്പിനെസ് ആണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അത് കാരണം നമ്മൾ അത് നല്ല രീതിയിൽ എടുത്തതേ നമുക്ക് ഒഴിക്കാനുള്ള ഉപ്പാണ് കലക്കി അത് നമ്മൾ നേരെ വെള്ളത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. കോരുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഒഴിക്കും. അതൊന്ന് പൊട്ടിത്തീരുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി കൂട്ടിയേച്ചും നമ്മൾ നേരെ കോരിയെടുക്കും. ഉപ്പ് വെള്ളം വീണതിന് ശേഷം അധികം നേരം വെറുതെ ഇട്ട് നമ്മൾ മുരിക്കത്തില്ല. ഇത് കണ്ടോ, ഇതുപോലൊന്ന് മുരിഞ്ഞ് അത് ഉപ്പ് വെള്ളമാണ്. അതാണ് ഇത്രയും കൂടുതൽ കുമളകൾ വരുന്നത്. ഈ സമയമ്പോഴേക്കും കുമളകളൊക്കെ കഴിയും. കാരണം കപ്പയിലുള്ള ജലാംശങ്ങളൊക്കെ പറ്റി തീർന്നിട്ടുണ്ടാവും. ആ സമയത്താണ് നമ്മൾ ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം കപ്പ പെട്ടെന്ന് വെള്ളത്തിൻ്റെ അംശം കാണുമ്പോൾ കയറി പിടിക്കും. ആ വെള്ളത്തിലുള്ള ഉപ്പ് കപ്പയിലേക്കും ഓൾറെഡി കയറും, അത് നാച്ചുറലി കയറും. ആ ഒരു മെത്തേഡ് സെറ്റപ്പാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മൾ കപ്പ വറുത്ത് പതുക്കെ കോരി പേപ്പറിലേക്കും നമ്മുടെ ബാസ്ക്കറ്റിലേക്കൊക്കെ നിറച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ കപ്പ കോരി ബാസ്ക്കറ്റിൽ വെച്ച് ഒന്ന് തണുത്തതിന് ശേഷം നേരെ കൊണ്ടിടുന്നത് പേപ്പറിൻ്റെ പുറത്തേക്കാണ്. പേപ്പറിൻ്റെ പുറത്തേക്ക് ഇടുന്നത് വെറുതെ കൊണ്ടല്ല, ഈ കപ്പയുടെ പുറത്ത് എണ്ണ ഉണ്ടാകുമ്പോൾ ആ എണ്ണ അവിടെ നിന്ന് തണുത്ത് കഴിയുമ്പോൾ ഈ കപ്പ പറഞ്ഞാൽ നാച്ചുറലി തണുപ്പിക്കും. ഒരു തണുപ്പ് ഫീല് വരും. കാരണം നമ്മൾ ഒത്തിരി ദിവസത്തേക്ക് വെക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ കപ്പ വറുക്കുന്നത്. ഒത്തിരി ദിവസം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ 5 കിലോ കപ്പ വറുത്തത് എൻ്റെ വീട്ടിൽ കഴിച്ചു തീർക്കണം. എൻ്റെ വൈഫും കൊച്ചും പിന്നെ വൈഫിൻ്റെ വീട്ടിലേക്കും കുറച്ച് കൊടുത്തു വിടും. അത് കഴിഞ്ഞ് വൈഫും കൊച്ചൊക്കെ ആയിട്ട് അവർ പതുക്കെ എല്ലാ ദിവസവും കാപ്പി കുടിക്കുന്ന ടൈമിൽ എല്ലായിടത്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് നാച്ചുറലി നമ്മൾ വീട്ടിൽ തന്നെ ഇണക്കി റെഡിയാക്കുന്നത്. അതെ, നമ്മൾ പിന്നെ കപ്പ വറുത്ത് കോരി വീടിൻ്റെ അകത്തേക്ക് കണക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ നേരെ വാതിക്കെ തന്നെ പേപ്പറൊക്കെ വിരിച്ച് സ്ലാബിൽ പേപ്പർ വിരിച്ചിട്ടുണ്ട്. അതുമേലേക്ക് കൊണ്ട് കപ്പ നിരത്തിയിടുകയാണ്. അപ്പോൾ അവിടെ കിടന്ന് നല്ല അടിപൊളിയായിട്ട് പിന്നെ എന്ത് ചെയ്ത് കിട്ടുന്നത് കണ്ട നല്ല അടിപൊളി സൗണ്ടുമാണ്. ഇത് നല്ല മുരാന്നായതിൻ്റെ സൗണ്ട് ഭയങ്കരമാണ്. അത്രയും നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മളിത് വറുത്തെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് സഹായിക്കണേ.